വ്യക്തിയും നിയോഗങ്ങളുമായാണ് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത്. എല്ലാ സമ്പത്തും കമഴ്ത്തിക്കളഞ്ഞ് ശൂന്യരായി വന്ന യേശുവിനെ അനുഗമിക്കുവാനുള്ള ഒരു നിയോഗം. അതെ, ഇവിടെയാണ് പൗരോഹിത്യത്തിന്റെയും സന്യാസത്തിന്റെയും സമർപ്പിത ജീവിതത്തിന്റെയും നിയോഗം നാം തിരിച്ചറിയുക. ദൈവിക പദ്ധതിയുടെ ഒരു നിയോഗം തന്നെയാണിത്. ക്രിസ്തുവിന്റെ ജീവിതം അപരന് വേണ്ടിയുള്ളതായിരുന്നു. ആ പാത പിന്തുടർന്ന് അപരന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച് ദൈവത്തിന്റെ വിളി സ്വീകരിച്ചവരാണ് ഇവർ. എന്റെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെയും സ്ഥാനം വളരെ വലുതാണ്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ. മാമോദീസായിലൂടെ എനിക്ക് സഭയിലേക്കുള്ള കവാടം തുറന്നു തന്ന സ്നേഹബഹുമാനപ്പെട്ട റോയി ജോർജ് വയലിറക്കത്തച്ഛൻ, വിശ്വാസ ജീവിതത്തിലേക്ക് തിരിതെളിയിച്ച ശ്രേഷ്ഠരായ വൈദികരും സന്യസ്തരും, ഈശോയോട് കൂട്ടുകൂടുവാനും ദേവാലയത്തോട് ചേർന്ന് നിൽക്കുവാനും എന്റെ കുഞ്ഞു മനസ്സിനെ പാകപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട മാർട്ടിൻ മേരി സിസ്റ്ററാണ്. ദൈവം എനിക്ക് തന്ന എല്ലാ വളർച്ചയിലും ഒത്തിരി സന്തോഷിച്ചിരുന്ന, എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നദ്ധിയിൽ വെച്ച് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ എനിക്ക് പകർന്നു നൽകിയത് ബഹുമാനപ്പെട്ട പ്രബീഷ് ജോർജ് മേക്കരികത്തച്ഛനാണ്. 2015 എന്റെ അമ്മ സെൻഗറേറ്റീസ് കുടുംബത്തിന്റെ ഭാഗമായപ്പോൾ രുചി പകരുന്ന ഉപ്പാകുന്ന ബദനി സന്യാസിനി സമൂഹവും എനിക്ക് പരിചിതമായി. എന്റെ മുന്നോട്ടുള്ള പടവുകളിൽ കൈവിളക്കായി പ്രാർത്ഥനാ മഞ്ജരികളുമായി എന്നെ നയിക്കുന്നത് സമർപ്പിതരുടെ പ്രാർത്ഥനകളാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ സുന്ദര ദിനം ഞാൻ അഭിവന്യ യൂഹാനോൻ മാർ തിയോഡീഷ്യസ് പിതാവിൽ നിന്ന് ആദ്യമായി ഈശോയെ സ്വീകരിച്ച ദിവസമാണ് 2017 മെയ് 12. ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ ആഗ്രഹിച്ച ഈശോയെ എന്റെ കുഞ്ഞു ഹൃദയത്തിൽ ആദ്യമായി സ്വീകരിക്കുവാൻ എന്നെ പ്രാർത്ഥിച്ചൊരുക്കിയത് ബഹുമാനപ്പെട്ട ജോബിൻ തരേ സിസ്റ്ററും ബഹുമാനപ്പെട്ട ബോസ്കോ ചാറലക്കൽ അച്ഛനുമാണ്. ജീവിതാരാമത്തിൽ സൗരഭ്യമായി നിരവധി വൈദിക ശ്രേഷ്ഠരും സന്യസ്തരും സമർപ്പിതരും പ്രചോദനവും പ്രാർത്ഥനയും പ്രോത്സാഹനവുമായി കൂടെയുണ്ട്. എന്റെ ഓർമ്മ വച്ച കാലം മുതൽ സമാധാനത്തിന്റെ ദൂതുമായി ശുഭ്രവസ്ത്രധാരികളായി കടന്നു വന്ന യുവത്വം ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചവരെ എന്നും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു.